അതല്ലേ സിറ്റിയുടെ ബഹളത്തിൽ നിന്നും പൊല്യൂഷനിൽ നിന്നും നിന്നെ ഇങ്ങോട്ട് മാറ്റിയത്. അതെനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. അത് മതി. പിന്നെ ഞാനിപ്പോ വന്നത് വേറൊരു കാര്യത്തിന് കൂടിയാ. അറിയാം. ആ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ കൊല്ലാതിട്ടിരിക്കുന്നത്. കറക്റ്റ്. ദേഹം തളർന്ന ലെവലായെങ്കിലും നിന്റെ ബുദ്ധി ഇപ്പോഴും ഷാർപ്പാ. വേഗം ഒരു ഒപ്പിട്ടിങ് തന്നെ. വെറും 10 ലക്ഷത്തിന് മതി. ഇതാ പേന. എന്തിനാ ഇത്? 10 ലക്ഷമാണോ? ചുമ്മാ കത്തിച്ചു കളയാൻ. എന്താ സങ്കടമുണ്ടോ? ഒപ്പിടറി വേഗം. ഒപ്പിടാനാ പറഞ്ഞത്. ഒപ്പിട്ട് കൊടുക്കുക ചേച്ചി. നല്ല ഭാഷയെ പറഞ്ഞാൽ നിനക്ക് തലയിൽ കയറില്ല. പണ്ടേ ഉള്ള രോഗ. ആലിസേ, ഇവൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ലേ? ഉണ്ട്. എന്ത് ചോദിച്ചാലും കൊടുക്കണം. പിന്നെ ഇന്നത്തെ കറികൾ എന്തൊക്കെയാ? എന്തൊക്കെയാ വേണ്ടെന്ന് അന്നാമ്മയോട് ചോദിക്കണം. എന്നിട്ട് മതി പ്രിപ്പറേഷൻ. പിന്നെ മുരിങ്ങയിലെ കറി അന്നാമ്മയ്ക്ക് വലിയ ഇഷ്ടമാ. ഇവിടെ മുരിങ്ങ വല്ലതും നിപ്പോണെന്ന് നോക്ക്. പിന്നെ പപ്പടം കാച്ചിത് കൊടുക്കണ്ട, പ്രഷർ കൂടും. നിനക്കെന്താടി ഒരു ഖനം? ഓടിയപ്പുറത്ത്. അപ്പോ ഞാൻ പൊയ്ക്കോട്ടെ അന്നാമ്മേ? എന്റെ കർത്താവേ, എത്രയോ നിരപരാധികളെ നീ നേരത്തെ വിളിക്കുന്നു. ഈ സാത്താൻ ഇവിടെ ഇട്ടേക്കുന്നത് എന്തിനാ? നടിയാകുന്നതിന് മുമ്പുള്ള ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഓർമ്മ, ഒരു സിറ്റുവേഷൻ അഭിനയ മുഹൂർത്തങ്ങളിൽ സഹായകമായിട്ടുണ്ടോ? ഉണ്ട്. ഒരുപാടൊന്നും ജീവിച്ചില്ലെങ്കിലും എൻ്റെ ഈ ചെറിയ ജീവിതത്തിലെ വയസ്സിനേക്കാളും മെച്ചുവറായ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അവ എനിക്ക് പാഠപുസ്തകങ്ങളോ റെഫറൻസ് ഗ്രന്ഥങ്ങളോ ഒക്കെയാണ്. ഈ അവാർഡ് ചിത്രത്തിലെ കഥാപാത്രമായപ്പോൾ ആ ഗ്രന്ഥങ്ങളിലെ ഒരുപാട് വരികൾ എനിക്ക് ഓർമ്മ വന്നു. They helped me a lot. ഇതിലെ കഥാപാത്രത്തെക്കുറിച്ച് യമുനയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? കഥാപാത്രത്തെക്കുറിച്ച് തെരേസ എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര്. പിന്നെ അച്ഛനും അമ്മയും തള്ളി പറയുമ്പോഴും സ്നേഹിച്ച പുരുഷൻ തള്ളി പറയുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ക്യാരക്ടറാണിത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. വളരെ ഇരുത്തമെന്ന ഒരു ഡയറക്ടറാണല്ലോ അഭയ്. അദ്ദേഹത്തോടൊപ്പമുള്ള വർക്ക് യമുനയ്ക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പറയണം. കാരണം എൻ്റെ ആദ്യത്തെ ചിത്രമായിരുന്നല്ലോ. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഡയറക്ടറും കൂടെ അഭിനയിച്ച എല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട്. താങ്ക് യു യമുന. ഇനി യമുനയ്ക്ക് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? ഈ ചിത്രത്തിലൂടെ എന്നെ അംഗീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഈശ്വരനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. വീക്കെൻഡ് ഓൺലൈൻ പുത്തൻ ആസ്വാദന അനുഭവത്തിന്റെ വാഗ്ദാനവുമായി എല്ലാ ഞായറാഴ്ചയും 3 മണിക്ക് ദൂരദർശൻ ഭൂതല സംപ്രേഷണത്തിൽ. ഹലോ സർ. വിശാലേ, ഞാൻ ടിവിയില് യമുനയുടെ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുക. അയ്യോ, ഞാൻ മറന്നു. എനിക്കും കാണുന്നുണ്ടായിരുന്നു. ഛേ, മിസ്സായിപ്പോയില്ല സർ. എനിക്ക് യമുനെ ഒന്ന് അഭിനന്ദിക്കണമെന്നുണ്ട് വിശാൽ. പക്ഷെ ഫോണിൽ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. ശരിയാ സർ, ഞാൻ 2 ദിവസം ട്രൈ ചെയ്യാം. ഔട്ട് ഓഫ് റേഞ്ച് ആണെന്നാ മറുപടി. അല്ല, വിശാലിന് കിട്ടുന്നെങ്കിൽ എന്റെ കൺഗ്രാജുലേഷൻസ് ഒന്ന് അറിയിച്ചേക്കണേ. ഷുവർലി, ഞാൻ ആദ്യം പറയുന്നത് അതായിരിക്കും. പിന്നെ
യമനയുടെ വീടിന്റെ പ്ലാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ വിശാല ഒന്ന് കളക്ട് ചെയ്ത് യമനെ കാണിക്കണം. യമനയുടെ അഭിപ്രായം അറിഞ്ഞാൽ മാത്രമേ ഫൈനലൈസ് ചെയ്യാൻ നോക്കൂ. ഹലോ, ആ യെസ് സർ. എന്തു പറ്റി പെട്ടെന്ന് ശബ്ദം നിന്ന് പോയത്? ചില പ്രശ്നങ്ങളുണ്ട് സർ, നേരിട്ട് പറയാനുള്ളതാ. ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ പറയാം. ശരി. അവാർഡ് കിട്ടിയതിന് അഭിനന്ദനം അറിയിക്കുന്നു. വീടിന്റെ പ്ലാൻ വരച്ചു കൊടുക്കുന്നു. എന്താ പ്രസാദം ഇതൊക്കെ? പിന്നെയും പഴയതൊക്കെ ആവർത്തിക്കാനാണോ പുറപ്പാട്? ഒരിക്കലും അല്ലമ്മേ. പിന്നെ ആപത്തിൽ നമ്മളെ സഹായിച്ചതിന്റെ ഓർമ്മ, നന്ദി. ഓർമ്മയും നന്ദിയും ഒന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിര് കടക്കരുത്. ഈ ഒരാള് കാരണം ഉണ്ടായ ഭൂകമ്പങ്ങളൊക്കെ നീ മറന്നിട്ടുണ്ടാവില്ലല്ലോ. ആ, എങ്ങനെയുണ്ട് ജോലി? ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ചാർജാ, ക്യാഷ്യർ. 3000 രൂപ ശമ്പളം. കൊള്ളാം. സ്വന്തമായി 1 രൂപയാണ് സമ്പാദിക്കുന്നതെങ്കിലും അതിനൊരു പ്രത്യേക വിലയുണ്ട്. കൃഷ്ണപിള്ളയുടെ പണ്ടേയുള്ള മോഹമായിരുന്നു ബിസിനസ്സിലൊരു സഹായിയായി നിന്നെ കിട്ടണമെന്ന്. കുറച്ച് വൈകിട്ടാണെങ്കിലും അത് നടന്നല്ലോ. താരയുടെ ഒരേ നിർബന്ധം കൊണ്ടാ ഇങ്ങനൊരു കാഷ്യർ ഉണ്ടായത്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റും അവൾക്കാ. ഓ, ഫുൾ ക്രെഡിറ്റ് എടുത്തോട്ടെ. ഇടയ്ക്ക് ചില രസക്കേടുകളൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ മറന്ന് ആപത്ത് സമയത്ത് കൃഷ്ണപിള്ള സഹായത്തിനെത്തിയല്ലോ. ആ മനസ്സ് നമ്മൾ കാണണം. അതുകൊണ്ട് ഈ ജോലിക്ക് പോകുന്നതിൽ നിനക്കൊരു സന്തോഷക്കുറവും വേണ്ട. എനിക്കൊരു വിഷമമില്ല അച്ഛാ. ആ, അങ്ങനെ വേണം. പിന്നെ മറ്റന്നാളല്ലേ മോളെ കൗൺസിലിംഗ്? അതെ. ആ, ബാബു, മറ്റന്നാള് കൃഷ്ണപിള്ളയോട് ഒരു ദിവസത്തെ ലീവ് പറയണം. ഇവളോടൊപ്പം എനിക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല. നീ പോയാ മതി. എന്തിനാച്ചാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ജോലിക്ക് കയറിയപ്പോ തന്നെ ലീവ് എടുക്കുന്നത് ഒട്ടും ശരിയല്ല. അമ്മാവന്റെ പീടികയാണെന്ന് കരുതി അത്തരം ദുസ്വാതന്ത്ര്യം ഒന്നും എടുക്കാൻ പാടില്ല ബാബു. നീ ലീവ് എടുക്കൊന്നും വേണ്ട. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞാൻ കൗൺസിലിങ്ങിന് പോകുന്നത്. ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ആ, ഞാൻ ചായ എടുക്കാം. ബാബു, അച്ഛൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. ചേച്ചി തനിച്ചു പോയാൽ അയാളുടെ ആൾക്കാരുണ്ടാവും അവിടെ. ഇപ്പോഴും ഉറച്ചൊരു തീരുമാനത്തിലെത്തിയിട്ടില്ലാത്ത സുമിത്രേച്ചിയെ അവർക്ക് ഈസിയായിട്ട് സ്വാധീനിക്കാൻ കഴിയും. അതേ മോനെ, നമ്മളത് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഈ കടമ്പയൊന്ന് കടന്നു കിട്ടും വരെ. അച്ഛൻ ഉത്കണ്ഠപ്പെടാതിരിക്കെ, ഞാനുണ്ട്. ലീവിൻ്റെ കാര്യം ഞാൻ കൃഷ്ണമാമനോട് പറഞ്ഞോളാം. ഈ വിഷയത്തിൻ്റെ ഗൗരവം കൃഷ്ണമാമനും അറിയാലോ. മറ്റന്നാ ചേച്ചി തനിച്ചാവില്ല കൗൺസിലിങ്ങിന് പോകുന്നത്. ഞാനുണ്ടാവും. ഹലോ, ഡാനിയൽ ഹിയർ. ആ, ഞാൻ സത്യശീലനാ. ഏത് സത്യശീലൻ? പ്രൊഡ്യൂസർ സത്യശീലൻ. ആ, നമ്മൾ ഒരിക്കൽ മുംബൈയിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. ആ, പിന്നെ കഴിഞ്ഞ മാസം മദ്രാസിൽ
എയർപോർട്ടിൽ വെച്ച് ഓർമ്മയില്ലേ? ആ ഓർമ്മയുണ്ടാവാം. വിളിച്ച കാര്യം? ആ അന്ന് ഞാൻ ഒരു പടത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടാവും. ആ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കേ. ആ യമുനയുടെ ഡേറ്റ് കിട്ടിയാൽ ഈ മാസം തന്നെ തുടങ്ങും. യമുനയെ കിട്ടാനായി ഞാൻ കുറേ ട്രൈ ചെയ്തു, കിട്ടുന്നില്ല. അല്ല യമുന സ്ഥലത്തില്ലേ? ഉണ്ടല്ലോ. എവിടെയുണ്ട് ഇപ്പോ? ഇവിടെ എന്റെ കൂടെ തന്നെ. ഓ രക്ഷപ്പെട്ടു. ആ എങ്കിൽ മൊബൈലൊന്ന് കൊടുക്കൂ. എന്തിന്? ആ പറഞ്ഞില്ലേ, ഡേറ്റിന്റെ കാര്യം തീരുമാനമായാൽ ഈ മാസം തന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആ താൻ സ്റ്റാർട്ട് ചെയ്തോ, പക്ഷേ നായിക വേറെ മതി. വേറെ നായികയോ? അതെന്താ? യമുന? യമുന ഇനി അഭിനയിക്കുന്നില്ല, അവൾ അഭിനയം നിർത്തി. എഗ്രിമെന്റ് ആൾറെഡി സൈൻ ചെയ്ത കുറച്ച് പടങ്ങളുണ്ട്, അത് തീർത്ത് കൊടുക്കുന്നതോടെ ഗുഡ് ബൈ. മിസ്റ്റർ ഡാനിയൽ എന്താ ഈ പറയുന്നത്? തനിക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നാ ഇനി ഇംഗ്ലീഷ് പറയാം, വേണോ? മേലാൽ ഇങ്ങോട്ട് വിളിക്കരുത്, ഓക്കെ? നല്ല കാഴ്ചകളാണ് ഈ ജനലിലൂടെ നോക്കി നിന്നാൽ, അല്ലേ? ഇവിടെ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കാം, സമയം പോകുന്നത് അറിയേയില്ല. ആ ഒരാളെ യമുനയെ വിളിച്ചിരുന്നു, ഒരു പ്രൊഡ്യൂസർ സത്യശീലൻ. അവന്റെ പടത്തിലേക്ക് നിന്റെ ഡേറ്റ് വേണമത്രേ. ഞാൻ പറഞ്ഞു എന്തു പറഞ്ഞു? മിസ് യമുന കുമാരി സിനിമാ അഭിനയം സ്റ്റോപ്പ് ചെയ്തു എന്ന്. ശരിയല്ലേ? ജീവിതത്തിൽ അഭിനയിക്കുന്നുണ്ട്, പിന്നെ സിനിമയിലും കൂടി. അത് വേണ്ട, ആ ഫോളിനത് പറഞ്ഞിട്ട് തലയിൽ കയറുന്നില്ല. അവനോട് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ യമുനയ്ക്ക് ദുഃഖമുണ്ടോ? ഉണ്ടോ? ഇല്ല. ദേഷ്യം? ഇല്ല. നിരാശ? ഇല്ല. ഗുഡ്. ബട്ട് വൈ? എന്തുകൊണ്ട് ദുഃഖമില്ല, ദേഷ്യവും നിരാശയുമില്ല? സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ നമ്പർ 1 താരമല്ലേ നീ? അഭിനയിക്കാനുള്ള എന്താ അതിന് പറയുക, ദാഹം. അഭിനയിക്കാനുള്ള ദാഹം ഞരമ്പുകളിൽ തുടിക്കുന്ന താരം. ആ താരം ഇങ്ങനെ ഒരു മുറിയിൽ ഒരു തടവുകാരിയെ പോലെ, കഷ്ടം. സത്യമായും നിനക്ക് ദുഃഖമില്ലേ മോളെ?